Dear friends, how to plan family budget? ബജറ്റ് പലതരത്തിലുണ്ട്. രാജ്യത്തിൻ്റെ, സംസ്ഥാനങ്ങളുടെ, കുടുംബത്തിൻ്റെ, വ്യക്തികളുടെ അങ്ങനെ പലതരത്തിൽ പല ബജറ്റുകളാണ് ഉള്ളത്. എന്നാൽ ഇവിടെ പറയുന്നത് ഫാമിലി ബഡ്ജറ്റിനെ കുറിച്ചാണ്. എവിടെ, ഏത് തരത്തിൽ, എങ്ങനെയെല്ലാം ആണ് ഒരു നല്ല ബജറ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. ഇവിടെ പ്ലാൻ ചെയ്യുന്നത് നല്ലൊരു ബഡ്ജറ്റ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് അതിനെക്കുറിച്ചാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ സാമ്പത്തിക കെട്ടുറപ്പിനെ മാത്രമല്ല, ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളെപ്പോലും അത് സാരമായി ബാധിച്ചേക്കാം. കൃത്യസമയത്ത് എടുക്കേണ്ട സാമ്പത്തിക തീരുമാനങ്ങൾ കൃത്യസമയത്ത് എടുക്കുവാൻ കഴിയുന്നു. കൃത്യമായ ബജറ്റ് സാമ്പത്തിക വർധന കൊണ്ടുത്തരുന്നു. സുസ്ഥിരമായ സാമ്പത്തിക വികസനവും നേടിയെടുക്കുവാൻ കൃത്യമായ ബജറ്റ് സഹായിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വാങ്ങിക്കെടുക്കുവാൻ കഴിയുന്നു. അത് കൃത്യസമയത്ത് നമ്മൾ നേടിയെടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. നേടിയെടുക്കുവാൻ എല്ലാം നമ്മളെ സഹായിക്കും. കൃത്യമായി നമ്മളുടെ ചിലവുകൾ നമ്മൾ മനസ്സിലാക്കണമെന്ന് മാത്രം. എവിടെയാണ് നമുക്ക് പാഴ്ചിലവ് വന്നത്? ഏതു കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് അതിന് വന്നത്? എങ്ങനെയൊക്കെയാണ് ആ പാഴ്ചിലവ് വന്നത്? അതെങ്ങനെയൊക്കെ പരിഹരിക്കാം? ഏത് തരത്തിൽ അതെല്ലാം പരിഹരിക്കാം? അത് നമ്മൾ എന്തെല്ലാം ചെയ്യണം? നമ്മൾ ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾക്കും പണം ചിലവ് ചെയ്തിട്ടുണ്ടാകാം. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു നല്ലൊരു ബജറ്റ് ഉണ്ടാക്കണം. ബജറ്റ് തയ്യാറാക്കി നോക്കുമ്പോൾ മാത്രമേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. വരവിനേക്കാൾ ചിലവാണ് കൂടുന്നതെങ്കിൽ പല കാര്യങ്ങളും തടസ്സപ്പെടും. ഏതു വഴിയാണ് പണം അധികമായി ചിലവാകുന്നത്? ഏതെങ്കിലും സാധനങ്ങൾ നമ്മൾ ആവശ്യമില്ലാത്ത സമയത്ത് വാങ്ങിയിട്ടുണ്ടാകാം. പണച്ചിലവ് കൃത്യമായി എഴുതി വെക്കേണ്ടതാണ്. വളരെ അത്യാവശ്യമാണ് പണം. നമ്മുടെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മാത്രമേ അറിയൂ. അത്യാവശ്യത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടി ഒരു രൂപ പോലും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു രൂപ പോലും എടുക്കുവാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു ഫാമിലി ബജറ്റ് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. നാം ആവശ്യമില്ലാതെ ചിലവ് ചെയ്യുമ്പോൾ അത് സാമ്പത്തിക നഷ്ടവും അതുകൂടാതെ സമയനഷ്ടവും ഉണ്ടാക്കാം. ഓരോ മാസവും നമ്മൾ ചിലവാക്കുന്ന തുക കൃത്യമായി എഴുതി വെച്ചാൽ അധികമായി ചിലവാകുന്ന തുക മിച്ചം പിടിക്കുവാൻ നമുക്ക് കഴിയും. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഹോസ്പിറ്റൽ ചിലവുകൾക്ക് അത്തരം പണം സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യാം. അതാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്.